ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജി ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ഓലനാണ്. റെസിപ്പിയിലോട്ട് കടക്കും മുമ്പ് ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓലൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൻപയറാണ്. വൻപയർ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. നന്നായി കുതിർന്നതിന് ശേഷം കഴുകി വാരിയെടുത്തിട്ടുള്ള 1/2 കപ്പ് വൻപയറാണിത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് തേങ്ങയുടെ 1-ാം പാലാണ്. ഇനി കുമ്പളങ്ങ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇത് വെന്ത് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള 1 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നു. എരിവിന് വേണ്ടി 2 പച്ചമുളക് ഇതുപോലെ കീറിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുവാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി വൻപയർ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലോട്ട് ഈ 1/2 കപ്പ് വൻപയർ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അത് വെന്ത് കിട്ടുന്നതിന് വേണ്ടി 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 സ്പൂണൊക്കെ മതിയാവും. വൻപയർ വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വൻപയർ വെന്തുടഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇപ്പോൾ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മുതൽ 12 മിനിറ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ ഈ കുമ്പളങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലോട്ട് പയറ് വെന്ത ആ വെള്ളം ചേർക്കുന്നില്ല, പയറ് തന്നെയാണ് ചേർക്കുന്നത്. ആ വെള്ളം കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഓലൻ്റെ കളറ് കുറച്ച് ഡാർക്കായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പയറ് വേവിച്ചെടുത്ത വെള്ളം ഇതിലോട്ട് ചേർക്കാത്തത്. ഇനി ഇത് തിളച്ചു വരുന്നതിന് വേണ്ടി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കുക. ഏകദേശം 1/4 സ്പൂണോളം ഉപ്പുപൊടി കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് തിളപ്പിക്കരുത്. ചെറുതായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതിലോട്ട് കടുക് വറുത്തൊന്നും ചേർക്കില്ല. അപ്പോൾ അതിന് പകരമായിട്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് എണ്ണ ചേർക്കുന്നത്. ഇനി അല്പം കറിവേപ്പില കൂടി നമുക്കിതിലോട്ട് ചേർക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓലൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.